കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ഈ കമ്പനി വരുന്നതിന് മുൻപ് ഈ ചിറ്റൂർ താലൂക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ കള്ള് വ്യവസായത്തിൻ്റെ പ്രധാന ഒരു കേന്ദ്രമാണ്. കള്ള് മുഴുവൻ പോകുന്നത് ചിറ്റൂർ താലൂക്കിൽ നിന്നാണ്. ജനലോകങ്ങൾ മാത്രമല്ല കേട്ടോ, രാസ കീടനാശിനികളും ഇതിലുണ്ട് എന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ജനതാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെ ചിന്തിക്കുകയോ സംസാരിക്കുകയോ അഭിപ്രായം പറയുകയോ ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ കമ്പനി വന്നതോടുകൂടി ഈ പ്രത്യക്ഷത്തിൽ ബാധിച്ച ഒരു വ്യവസായമാണ് ഈ കള്ള് വ്യവസായം. കള്ള് നിന്നും തെങ്ങിൽ നിന്നും കള്ള് കിട്ടാതെയായി. ഞാൻ ചെറുപ്പം മുതൽ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണ്. ചെറുപ്പം കാലം മുതൽ പറഞ്ഞാൽ ഏകദേശം ഒരു 5ാം ക്ലാസ് മുതൽ ബാലരമ, ബാലമംഗളം, തത്തമ്മ, പൂമ്പാറ്റ, അമർചിത്ര കഥ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പം മുതൽ വായിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അമ്മ കൃഷിഭവനിലാണ് ജോലി ചെയ്തിരുന്നത്. അച്ഛൻ വന്നിട്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അത്യാവശ്യം സ്കൂളിൽ പോകുമ്പോൾ പോക്കറ്റ് മണി, അന്ന് 10 പൈസയാണ് പോക്കറ്റ് മണി. 10 പൈസ 15 പൈസയൊക്കെയാണ് ചെറുപ്രായത്തിൽ. അന്ന് ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് ശീലിച്ചു. എവിടെ നിന്നൊക്കെയോ കണ്ടും കേട്ടും അറിഞ്ഞ് വളരെ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ പത്തിച്ചിറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അന്ന് സ്കൂളിലേക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ നടന്ന് പോകണം, തിരിച്ചും 4 കിലോമീറ്റർ നടന്ന് വരണം. അന്ന് ബസ് സൗകര്യവും യാത്രാ സംവിധാനമൊന്നുമില്ല. നെൽപ്പാടത്ത് കൂടി നടന്നു പോകണം. പിന്നെ കാമ്പർത്തിച്ചിള എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടുക. ബസ്സിലൊന്നും പോകില്ല, അവിടെ നിന്ന് പിന്നെ 1 കിലോമീറ്റർ ഉള്ളൂ നടന്നു പോകാൻ. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കും. ഒരു 8-ാം ക്ലാസ്. പക്ഷേ ഈ 8ാം ക്ലാസ്സോടുകൂടി എന്ത് ഒരു സംഭവം അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുമുള്ള ക്ലാസ്സൊക്കെ നമ്മൾ കട്ട് ചെയ്യും. 8ാം ക്ലാസ്സിന് ശേഷം ക്ലാസ് കട്ട് ചെയ്യുക, സിനിമയ്ക്ക് പോവുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ്. അത് അങ്ങനെയുള്ള കൂട്ടുകാരാണ്, പിന്നെ അങ്ങനെ അത് തുടർന്നു വന്നു. പക്ഷേ ആ സമയത്തൊക്കെ അന്ന് പുകവലി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളെ കമൻ്റ് അടിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ ക്ലാസ് കട്ടടിക്കും, സിനിമയ്ക്ക് പോകും. എന്ന് മാത്രമല്ല, ഈ സിനിമയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിലുള്ള കള്ള് ഷാപ്പിലൊക്കെ കയറും, കള്ളൊക്കെ കുടിക്കും. 8ാം ക്ലാസ് പ്രായമേ ഉള്ളൂ. അത് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആ സമയങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുകയാണ്. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് വിശ്വനാഥൻ കുട്ടി എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂട്ടുകാരനൊപ്പം പുറത്ത് നിൽക്കുകയാണ്. 2 മണിക്ക് ബെല്ലടിച്ചിട്ടും ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല. പുറത്ത് പെട്ടിക്കടയുണ്ട് സ്കൂളിൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെ എൻ്റെ കൂട്ടുകാരൻ സിഗരറ്റ് വാങ്ങി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിക്കില്ല, ആൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും കമ്പനിക്ക് വേണ്ടി ഞാൻ കൂടെ നിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് വിശ്വനാഥൻ കുട്ടി മാഷ് സ്കൂട്ടറിൽ വരികയാണ്. വരുന്ന സമയത്ത് ഞങ്ങൾ ഈ കടയുടെ ഫ്രണ്ടിൽ ഒരു തിരശ്ശീല പോലെ ഒരു സാധനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തലയിട്ട് ഇരുന്നു കാണാതിരിക്കാൻ വേണ്ടി അയാൾ വന്ന് സ്കൂട്ടർ നിർത്തിയിട്ട് ഇത് പൊക്കി ഞങ്ങളെ പിടിച്ചു. അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുപോയി. അയാൾ ഡിയിലാണ്, ഞാൻ എയിലാണ്. അപ്പോൾ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. ക്ലാസ്സിൽ കയറി. മാഷ് വരുന്ന വഴിക്ക് വന്നു. ഇവിടെ ആദ്യം ക്ലാസ്സിൽ കയറി വന്നു. ക്ലാസ്സിൽ ക്ലാസ് കട്ടടിക്കാൻ ആരടാ പറഞ്ഞതെന്നായി. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അയാൾ അടിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറി. അയാളുടെ കൈ വന്നിട്ട് ഡെസ്കിൽ തട്ടി. അയാൾ നല്ല വേദനിച്ചു. പിന്നെ ഒന്നും പറഞ്ഞില്ല, നേരെ തിരിച്ചു പോയി. തൊട്ടടുത്താണ് സ്റ്റാഫ് റൂം. നല്ല ചോറിലെടുത്തിട്ട് വന്നു എന്നെ ഉരുട്ടിയും പുരട്ടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. എൻ്റെ മുണ്ടൊക്കെ അഴിഞ്ഞു പോയി.
ഏകദേശം ഒരു 6 ഡിവിഷനിലെ വരാന്ത ഉണ്ട് നീളം. അത്രയും നീളത്തിൽ ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. ഇളന്നെ മുണ്ട് കഴിഞ്ഞ് അണ്ടർവെയറോട് കൂടി തന്നെ ഞാൻ ഓടുകയും ചെയ്തു, എന്നെ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലൈസ്ഡാകണം. ഹോസ്പിറ്റലൈസ്ഡായി അന്ന് ഇന്നത്തെ പോലെ ഒന്നുമല്ല. ഇന്ന് അധ്യാപകർ കുട്ടികളെ ചീത്ത പറഞ്ഞാൽ ഉടനെ പരാതി കൊടുക്കലാണല്ലോ. അന്ന് അങ്ങനെ സംവിധാനമില്ല. തല്ലിയാലും കൊന്നാലും പരാതി ഉണ്ടാവില്ല. വീട്ടുകാരും പറയും, കിട്ടി നന്നായി പറയും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എന്നോട് പറയുന്നത്, നീ വീട്ടിനും പ്രയോജനമില്ല, നാട്ടിനും പ്രയോജനമില്ല, സുനിൽ ദാസിനെ കണ്ട് പഠിക്കുക. അയാൾ കണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിന് വേണ്ടി ചെയ്യണത്. അങ്ങനെ അതായിരുന്നു എൻ്റെ ജീവിതത്തിലൊരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് 1991 കാലഘട്ടത്തിൽ ഞാൻ SSLC കഴിഞ്ഞു. അന്ന് ഈ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ തങ്കച്ചാമി എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് ഞങ്ങളുടെ ലൈബ്രറി മാഷ്. അപ്പോൾ മാസത്തിൽ ഒരു തവണയാണ് ലൈബ്രറി പുസ്തകങ്ങൾ കൊണ്ടുവരിക. പക്ഷേ ആഴ്ചയ്ക്ക് ലൈബ്രറി മാഷിനെ ഈ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഞാൻ പോയി സാർ ഏതെങ്കിലും ക്ലാസ് ഒരു പീരീഡ് ഒഴിവ് വന്നു കഴിഞ്ഞാൽ, സാറേ ലൈബ്രറി പുസ്തകം വേണം. എന്താ അറിമുക, കഴിഞ്ഞ ആഴ്ചയല്ലേ കൊണ്ടുവന്നുള്ളൂ, ഇതൊക്കെ വായിച്ച് തീർന്നോ? സത്യത്തിൽ എൻ്റെ ക്ലാസ്സിൽ കൊടുക്കുന്ന എല്ലാ കുട്ടികളുടെ പുസ്തകവും ഞാൻ എന്ത് ചെയ്യും അറിയോ, വായിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് എല്ലാ പുസ്തകങ്ങളും ഞാൻ, പെൺകുട്ടികളുടേതല്ലാത്ത എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കും. പെൺകുട്ടികളോട് ഞാൻ സംസാരിക്കാറില്ല. എല്ലാ പുസ്തകങ്ങളും മിക്കവാറും വായിക്കും. ഞാൻ ഏകദേശം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ഒഴിവ് പീരീഡ് കിട്ടുന്ന ഉടനെ തങ്കച്ചാമി മാഷിനെ വിളിച്ചിട്ട് വരും, സാർ പുസ്തകങ്ങൾ കൊണ്ടുവരണം. അയാൾ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരും. സ്കൂളിൽ കൊണ്ടുവന്നിട്ട് പേരെഴുതി ഓരോ ആൾക്ക് കൊടുക്കും. പലരും പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല, കൊണ്ടുവന്നിട്ടും ഉണ്ടാവില്ല. പക്ഷേ കൊണ്ടുവരുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പുസ്തകം, അന്ന് എനിക്ക് നാടകങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ, CL ജോസിൻ്റെ നാടകങ്ങൾ, സേതുമാധവൻ്റെ കഥകൾ, പിന്നെ MT യുടെ പുസ്തകങ്ങൾ, മുകുന്ദൻ്റെ പുസ്തകങ്ങൾ, മുകുന്ദൻ്റെ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിച്ചത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് മുതലമട ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ട ആൾ ചിലപ്പോൾ ഞാനായിരിക്കും. അതുപോലെ തന്നെ മുതലമട ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചതും ഞാൻ തന്നെ ആയിരിക്കണം. എൻ്റെ ഒരു അത്രയും പുസ്തകങ്ങൾ അവിടുത്തെ മിക്കവാറും ലൈബ്രറിയിലും മിക്കവാറുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവത്തോടു കൂടിയിട്ട് അതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആ ഒരു സംഭവത്തിന് ശേഷം ആണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ വീട്ടിനും നാട്ടിനും ഉപകാരമില്ലാത്ത ഒരാളാണോ എന്ന് കലുഷമായിട്ട് എനിക്ക് ചിന്ത വന്നു. ഞാൻ അത്രയും മോശക്കാരനാണോ? അധ്യാപകരും തല്ലി, കുട്ടികളുടെ മുന്നിലൊക്കെ മോശക്കാരനായി. ഇപ്പോൾ സ്കൂൾ കട്ട് ചെയ്യുക, സിനിമയ്ക്ക് പോവുക, കള്ളു കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തിയാണ്. സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോഴാണ് അന്വേഷിക്കാൻ നമ്മൾ തുടങ്ങുന്നത്, സുനിൽ ദാസ് ആരാണെന്ന്. അപ്പോഴാണ് ഈ രണ്ടാം ഘട്ട സാക്ഷരതാ പ്രവർത്തനമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ പല ആളുകൾ, സാമൂഹിക പ്രവർത്തകരും നിങ്ങളുടെ കോളനിയിൽ സാക്ഷരതാ പ്രവർത്തനം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ താമസിക്കുന്ന പത്തിച്ചിറ ലക്ഷംവീട് കോളനിയിൽ സാക്ഷരതാ പ്രവർത്തനം, വയോജന വിദ്യാഭ്യാസം എന്നുള്ള നിലയ്ക്ക് സാക്ഷരതാ പ്രവർത്തനമൊക്കെ തുടങ്ങി. തുടങ്ങുന്ന സമയത്താണ് ഗാന്ധി യുവസംഘടന എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്, ടൗണിൽ തന്നെയാണ്. അങ്ങനെ ഒരു സംഘടന കുറച്ച് ചെറുപ്പക്കാർ ചേർന്നിട്ട്, എൻ്റെ ജൂനിയേഴ്സാണ്, ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുസ്തകം വായിക്കുന്ന ആൾ മാത്രമല്ല, ഞാൻ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വാങ്ങിയിട്ട് വലിയൊരു കളക്ഷനുള്ള ആളാണ്. പുസ്തകം പറഞ്ഞാൽ സാധാരണ മാസികകൾ, ബാലരമ, ബാലമംഗളം, ഈ പുസ്തകമൊക്കെ ഈ അമർചിത്രകഥ, മഹാഭാരതം, രാമായണമൊക്കെ ബുക്ക് ബൈൻഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ ഞായറാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു 10-15 ആൾക്കാർ എപ്പോഴും ഈ പുസ്തകം വാങ്ങാൻ വരും. വാങ്ങാനും തിരിച്ചു തരാനും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും. അങ്ങനെയായിരുന്നു അവസ്ഥ. അങ്ങനെ ഞാൻ പുസ്തകം ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്ന് അറിഞ്ഞിട്ട് ഈ ക്ലബ്ബിലെ ആളുകൾ, നിങ്ങളും ഈ ക്ലബ്ബിൽ അംഗമാകണം എന്ന് പറയും. പിന്നെ അതിൻ്റെ പ്രവർത്തനത്തിൽ അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പൊതുപ്രവർത്തനമൊക്കെ ചെയ്യണമെന്ന് ഒരു താല്പര്യം, സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം, നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യമുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ പ്രവർത്തനങ്ങൾ നടത്തി. തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, പാലക്കാട് നെഹ്റു കേന്ദ്ര പോലെയുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു.
അന്ന് പ്രധാനമായിട്ട് ഒരു 4-5 വർഷക്കാലം ക്യാമ്പ് ജീവി തന്നെയായിരുന്നു. ക്യാമ്പ് ജീവി എന്ന് പറയുമ്പോൾ നേതൃത്വ പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ പല ക്യാമ്പുകൾക്കും പല സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ നടത്തുന്ന, സർക്കാർ നടത്തുന്ന പരിപാടികൾ സ്ഥിരമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. ക്യാമ്പ് ജീവി എന്നാണ് എന്നെ പറയുക. അങ്ങനെ നിരവധി ക്യാമ്പുകളിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് കുറേ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനം നടത്തുന്ന സമയത്ത് ആണ് ഞാൻ സീക്കിൻ്റെ ഒരു ക്യാമ്പിലേക്ക് പോകുന്നത്. എടാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സീക്കിൻ്റെ ക്യാമ്പിൽ പോകണം. പത്മനാഭൻ സാറ് ഇവരുടെ ക്യാമ്പിൽ, അങ്ങനെ ഒരു 5 ദിവസത്തെ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ പറയുന്ന പോലെ പ്രകൃതിയിൽ നമുക്കുള്ള സ്ഥാനം എന്താണ്, മനുഷ്യൻ്റെ സ്ഥാനം എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ്, അപ്പോൾ എത്രമാത്രം പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്ക് വന്നത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഈ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ക്യാമ്പുകൾ കേരളത്തിൽ ഈ പറയുന്ന നെയ്യാറ് മുതൽ കുടക്ക് വരെയുള്ള കാടുകളിലൂടെ നിരന്തരം യാത്ര ചെയ്യുക, ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. കേരളത്തിലെ മിക്കവാറും എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും നമ്മൾ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് നിരവധി തവണ. അങ്ങനെ 1996 കാലഘട്ടത്തിലാണ് അങ്ങനെ ഡോക്ടർ സതീഷ് ചന്ദ്രൻ സാറേയും ശാന്തി ചേച്ചിയും ആദ്യമായി കാണുന്നത്. അതിന് മുൻപ് തന്നെ 1990 മുമ്പ് തന്നെ അവർ ഇൻടാക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നെല്ലിയാമ്പതിൽ സ്ഥിരം എൻവയറമെൻ്റൽ അവയർനെസ് ക്യാമ്പയിൻ, പ്രകൃതി പഠന ക്യാമ്പുകളൊക്കെ നടത്തിയിരുന്നു. സെയിം ടൈം അവർ നടത്തുമ്പോൾ അവർ ഇൻടാക്കിൻ്റെ പേരിൽ നടത്തുന്നു. നമ്മൾ അതല്ലാതെ തന്നെ വോളണ്ടറി ആയിട്ട് യുവാക്കൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ക്യാമ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളും ഡോക്ടർ സതീഷ് ചന്ദ്രൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത പല ആളുകളും നമ്മുടെ ക്യാമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ ആരാണ് നടത്തുന്നത്, എന്താണ് നടത്തുന്നത്. അപ്പോൾ ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പരസ്പരം അറിയും, പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു 96-97 കാലഘട്ടത്തിലാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. നേരിട്ട് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ എന്തോ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവർ ഒരു കാര്യത്തിന് വരികയാണ്. വരുന്ന സമയത്ത് എന്നെ അറിയിച്ചു. അപ്പോൾ ഞാനവിടെ പോയി. അന്നത്തെ സംബന്ധിച്ച് ഞാൻ പൊതുവേ ഷേവ് ചെയ്യില്ല, മുഷിഞ്ഞ മുണ്ട് ഉടുക്കും, തലമുടി വെട്ടില്ല, അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് ആളായിരുന്നു. വളരെ മെലിഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾ. അപ്പോൾ ഞാനവിടെ പോയതും പഞ്ചായത്തിനുള്ള കയറി ലൈബ്രറിയുടെ മുമ്പിൽ അവർ ഇരിക്കുന്നുണ്ട് 2 പേരും. ഞാൻ പോയതും വേഗം എണീറ്റു 2 പേരും. അപ്പോൾ ഞാനാകെ ചൂളിപ്പോയി. എന്നെ കണ്ടിട്ട് എണീക്കേണ്ട കാര്യമുണ്ടോ? കാരണം പ്രായത്തിൽ 30 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്, പ്രായം എന്നെക്കാളും കൂടുതൽ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ടല്ല എണീറ്റത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടാണ് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഈ പ്ലാച്ചിമട സമരം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് ഞാനാണ് അവരെ അറിയിച്ചത്. ഇങ്ങനെ ഇവിടെ ഒരു പ്ലാച്ചിമടയിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, കൊക്കോകോള എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. 1999 തുടങ്ങിയത്. തുടങ്ങി 6 മാസങ്ങൾക്ക് ശേഷം തന്നെ നിരവധി പ്രശ്നങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്ന് ഇവിടെ വന്നൊന്ന് നോക്കാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചപ്പോഴാണ് അവർ ആ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് അവർ റിപ്പോർട്ട്, ഒരു 3 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞ പ്ലാച്ചിമട നിത്യാനന്ദ ജയരാമൻ്റെ റിപ്പോർട്ടിനേക്കാളും ജനനീതിയിലെ റിപ്പോർട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായതും പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്തതും ഒരു ആധികാരിക ബേസിക് ഡോക്യുമെൻ്റായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇൻടാക്കിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ സതീഷ് ചന്ദ്രൻ സാറും ശാന്തി ടീച്ചറും തയ്യാറാക്കിയ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് എത്രമാത്രം യൂസ്ഫുള്ളായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രം അറിയുന്നു. ഇത് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ആ റിപ്പോർട്ട് ഡോക്ടർ സതീഷ് ചന്ദ്രൻ്റെ തന്നെ അല്ല എന്ന് പോലുള്ള വിവാദം ഉണ്ടായി. അത് നമ്മൾ തട്ടിക്കൂട്ടിയ സമരസമിതി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്,
അത് സതീശന്ദ്രൻ്റെ റിപ്പോർട്ടൊന്നും അല്ല എന്നുള്ള നിലയ്ക്കും വലിയ ചർച്ചകളൊക്കെ ഉണ്ടായി. പിന്നെ അവർ നേരിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരണമൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മൾ സമരം തുടങ്ങുന്നത്. സുനിൽ ദാസ് എന്ന് പറയുന്നത് ഒരു സായി ഭക്തനാണ്. അയാൾ പല്ലശേന സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഫാമിലി ഫ്രണ്ട്സാണ്. കുടുംബപരമായിട്ട് ഞങ്ങൾ സുനിൽദാസിൻ്റെ അച്ഛനും അമ്മയും സുനിൽദാസിൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള പണ്ട് മുതൽ ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു. അദ്ദേഹം സായി ഭക്തനായിരിക്കുന്ന സമയത്ത് നിരവധി സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് രാജിവെച്ച് ഫുൾ ടൈം സാമൂഹിക പ്രവർത്തന രംഗത്തൊക്കെ വന്ന ആളാണ്. അപ്പോൾ അവരുടെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഭക്ഷണം എല്ലാ ദിവസവും ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി, അതുപോലെ തന്നെ അശരണരായ രോഗികൾ, ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെയൊക്കെ പുട്ടപ്പുറത്തി ഇതിലേക്ക് കൊണ്ടുപോവുക, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോകുക, സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാലം പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അങ്ങനെ അദ്ദേഹം പ്രവർത്തനത്തിൽ വിട്ടു. അദ്ദേഹത്തോട് പല കാര്യങ്ങളും യോജിപ്പില്ലാത്തതുകൊണ്ട് പ്രവർത്തനം തുടർന്നുകൊണ്ട് പോയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഘട്ടത്തിൽ ആൾ ദൈവമായി മാറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് കേരളത്തിലെ ഇതുപോലെ ആൾ ദൈവങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായൊരു പ്രചാരണം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ കേരള യുക്തിവാദി സംഘം, ഭാരതീയ യുക്തിവാദി സംഘം, അതുപോലെ തന്നെ വിവിധ സാമൂഹിക സംഘടനകളൊക്കെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ഞങ്ങൾ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ആൾ ദൈവമാകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ശിവരാത്രി ദിവസവും വായിൽ നിന്നും ശിവലിംഗം പുറത്തെടുക്കുന്ന ഒരു ട്രിക്ക് അദ്ദേഹം ചെയ്യുകയും ആളുകളെ ഈ ശിവരാത്രി ദിവസമാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരികയും ഭജനയിൽ പങ്കെടുക്കുകയും സുനിൽ ദാസ് എന്നുള്ളത് സുനിൽ സ്വാമിയായി പരിവർത്തനം ചെയ്യുന്ന അങ്ങനെ ഒരു പരിണാമ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് നിർത്തണം എന്നുള്ളത്, ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു ദിവ്യാത്ഭുത അനാവരണ പരിപാടിയൊക്കെ നടത്തി. സുനിൽദാസ് വായിൻ്റെ ഉള്ളിൽ നിന്ന് ശിവലിംഗം പുറത്തെടുക്കുന്ന പോലെ തന്നെ അത് ആദ്യം അദ്ദേഹം ഇത് എടുക്കുന്നതിന് മുമ്പ് പൂജാമുറിയിൽ പോവും. പൂജാമുറിയിൽ പോയി ഇത് എടുത്ത് വായിൽ ഒളിപ്പിച്ച് വെച്ച് പിന്നെ സംസാരിക്കില്ല. പിന്നെ ഇവിടെ വന്ന് 2-3 മണിക്കൂർ ഭജനയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വായി തുറന്നിട്ട് വായിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കുന്ന രീതിയിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് വായിൻ്റെ ഉള്ളിൽ നിന്ന് വായിൽ ഇടാതെ തന്നെ, അതായത് ഇടുന്നത് ആരും അറിയാതെ തന്നെ വായിൻ്റെ ഉള്ളിൽ നിന്ന് ശിവലിംഗം എടുത്ത് കാണിച്ചു കൊടുത്തു, വിഭൂതി സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തു, തലയിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിച്ച് ചായ വെച്ച് ആളുകൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ദിവ്യാത്ഭുത അനാവരണ പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിയാണ്. അപ്പോൾ അന്ന് ഇത്തരം പരിപാടികളൊക്കെ ചെയ്തില്ല എങ്കിൽ ഇന്ന് സുനിൽ സ്വാമി ദൈവമായിട്ടുണ്ടാവും. അങ്ങനെ ദൈവമാകുന്നതിന് അന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് തടഞ്ഞത്. ഞങ്ങൾ അന്ന് പറഞ്ഞത് സുനിൽ ദാസിന് സ്വാമിയാകാം, സുനിൽ സ്വാമി ആയിക്കോളൂ, അതിൽ നമുക്ക് യാതൊരു വിരോധവുമില്ല. സ്വാമി, ധ്യാനം, ഭജന, സേവനം പരിപാടികളൊക്കെ ആയിക്കോളൂ, പത്രത്തിൽ ഫോട്ടോ വരൽ പരിപാടികളൊക്കെ ആയിക്കോളൂ, പക്ഷേ ദൈവമാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അത് ഞങ്ങളവിടെ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ അത്തരത്തിലുള്ള പരിപാടികളൊന്നും പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ശരിക്കും എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. പ്ലാച്ചിമടയിലെ ജനജീവിതം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പ്ലാച്ചിമട കമ്പനി വന്നതിന് ശേഷം പല ആളുകളും പലതരത്തിലുള്ള ഡോക്യുമെൻറ്റേഷനുകൾ ചെയ്തിട്ടുണ്ട്. അത് വിഷ്വൽ ഡോക്യുമെൻ്ററി ആയിട്ടും മറ്റേ എഴുത്തുകളിലൂടെയും ഡിജിറ്റലായിട്ടും മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററികളിലൂടെ ആളുകൾ പറഞ്ഞ വിവരങ്ങളാണ് നമുക്കുള്ളത്. എന്ന് മാത്രമല്ല, പിന്നെ അവിടെ പ്രാദേശികമായിട്ട് ആളുകൾ പറഞ്ഞ ആ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ആധികാരികമായിട്ടുള്ള ഒരു പഠനമൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. എന്നിരുന്നാലും
ഈ കമ്പനി വരുന്നതിന് മുൻപ് ഈ ചിറ്റൂർ താലൂക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ കള്ള് വ്യവസായത്തിൻ്റെ പ്രധാന ഒരു കേന്ദ്രമാണ്. കള്ള് മുഴുവൻ പോകുന്നത് ചിറ്റൂർ താലൂക്കിൽ നിന്നാണ്. അപ്പോൾ കള്ള് വേണമെങ്കിൽ എന്ത് വേണം? തെങ്ങുകൾ വേണം. തെങ്ങിന് ജലസേചനം വേണം. ജലസേചനം ഉണ്ടെങ്കിൽ കള്ളുണ്ടാവുള്ളൂ. അപ്പോൾ ഈ കമ്പനി വന്നതോടുകൂടി ഈ പ്രത്യക്ഷത്തിൽ ബാധിച്ച ഒരു വ്യവസായമാണ് ഈ കള്ള് വ്യവസായം. തെങ്ങിൽ നിന്നും കള്ള് കിട്ടാതെയായി. തെങ്ങിൽ കള്ളിൻ്റെ അളവ് കുറഞ്ഞു. പല തെങ്ങുകളും അഴിച്ചു വിടുക എന്ന് പറയും, കെട്ടില്ല നമ്മൾ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പൂന്തൽ കണ്ടങ്ങൾ എന്ന് പറയും. പൂന്തൽ കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പോലും നമ്മൾ പാടത്ത് ട്രാക്ടർ ഇറക്കാൻ പറ്റില്ല. അത്രയും വെള്ളം വളരെയധികം കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ കമ്പനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മഴക്കാലത്ത് പോലും ട്രാക്ടർ ഇറക്കാൻ പറ്റും. ഇപ്പോൾ അത് മാറി. വെള്ളം അത്രയും ചൂഷണം നടത്തി അവിടെ അത്രയും ജലദൗർലഭ്യം ഉണ്ടായ ശേഷം, അതാണ് അതിന് ശേഷമുള്ള അവസ്ഥ. അപ്പോൾ കാർഷിക മേഖലയെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. പിന്നെ സാമൂഹ്യപരമായി ബാധിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയാണ് വിദ്യാഭ്യാസപരമായി ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമല്ലോ. സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം അല്ലേ? ഭക്ഷണം വെക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം അവിടെ ഇല്ല, വെള്ളമൊക്കെ ചീത്തയായില്ലേ. അപ്പോൾ വളരെ ദൂര സ്ഥലത്തു നിന്ന് വെള്ളം കൊണ്ടുവരണം. അവിടെ ആളുകൾക്ക് ചെറിയ ചെറിയ വാഹനങ്ങളോ വലിയ വാഹനങ്ങളോ ഉള്ള ആളുകൾ വളരെ കുറവാണ്. ദരിദ്രരായ ആളുകളായതുകൊണ്ട് തലച്ചുമടായിട്ട് വേണം 3-4 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വെള്ളം കൊണ്ടുവരണം. അപ്പോൾ കാലത്ത് വെള്ളം കൊടുക്കാൻ മുമ്പ് ചിലപ്പോൾ കുട്ടികളെയും വിളിച്ചിട്ട് പോകും. വെള്ളം കൊടുക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവരെയും വിളിച്ച് കൊണ്ടും. അപ്പോൾ വെള്ളം കൊടുക്കാൻ പോയാൽ പണിക്ക് പോകാൻ പറ്റില്ല, പണിക്ക് പോയാൽ വെള്ളം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസപരമായി അങ്ങനെയാണ് ബാധിക്കുന്നത്. സാമൂഹ്യപരമായി അവരുടെ ഈ നിലവിലുള്ള ഒരു സാമൂഹിക ക്രമത്തെ തന്നെ വളരെയധികം ബാധിക്കുന്ന രീതിയിലാണ് ഈ കമ്പനി വന്ന ശേഷം ഉണ്ടായിട്ടുള്ളത്. പാരിസ്ഥിതികപരമായി ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, അതുപോലെ തന്നെ ഈ ഇവർ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ, ഇതൊക്കെ തന്നെ മൊത്തത്തിൽ കാർഷിക മേഖലയെയും ബാധിച്ചിരുന്നു, അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെയും ബാധിച്ചിരുന്നു. ഈ കൊക്കക്കോള കമ്പനിയിൽ നിന്നും ഈ കോള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും, ഈ ഖരമാലിന്യങ്ങൾ വന്നിട്ട് ഇവർ വളമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് കൊടുത്തു. യഥാർത്ഥത്തിൽ കൊക്കക്കോള കമ്പനി നേരിട്ടല്ല കൊടുത്തത്. കൊക്കക്കോള ഉൽപ്പാദനത്തിന് നിറത്തിന് വേണ്ടി അവരുപയോഗിക്കുന്നത് കാഡ്മിയമാണ്. ഇപ്പോൾ കോള പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിറത്തിനായിട്ട് കാരമൽ എന്ന് പറയുന്ന കളറാണ് വേണ്ടത്. ഈ കാരമൽ കളർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പഞ്ചസാര ഫ്രൈ ചെയ്താൽ കിട്ടുന്ന കളറാണ് കാരമൽ കളർ. ഈ കാരമൽ കളർ ഓരോ ദിവസവും 10 ലക്ഷം ലിറ്റർ വെള്ളത്തിൽ കാരമൽ കളർ ചേർക്കണമെങ്കിൽ എത്ര ടൺ പഞ്ചസാര വറുക്കേണ്ടി വരും? അതിന് വേണ്ടി തന്നെ ഒരു വലിയ യൂണിറ്റ് ഉണ്ടാക്കേണ്ടി വരും കളറിന് വേണ്ടി. അപ്പോൾ നാച്ചുറലായിട്ട് ഈ കളർ ചേർക്കുന്നതിന് പകരം അവർ കണ്ടെത്തിയ മാർഗം, അവർ കണ്ടെത്തിയതല്ല, ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന കൃത്രിമ കളറാണ് കാഡ്മിയം. കാഡ്മിയം എന്ന് പറയുന്നത് ഒരു ഘനലോഹമാണ്. അപ്പോൾ ഈ കാഡ്മിയമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ കാഡ്മിയം, അതുപോലെ തന്നെ സിങ്കും ലെഡും അതുപോലുള്ള സാധനങ്ങളൊക്കെ വർദ്ധിച്ച തോതിൽ വരാൻ കാരണം ഈ സാധനങ്ങൾ പല അസംസ്കൃത വസ്തുക്കൾ ഇവർ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ മാലിന്യങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം. ഈ സാധനങ്ങൾ ഈ ഖരമാലിന്യത്തെ ഇവർ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടർക്ക് താൽക്കാലിക കോൺട്രാക്ടർമാർക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്റ്റ് കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? ഇവിടെ നിന്നും 400 രൂപയ്ക്ക് ഒരു ലോഡ് ഡിസ്പോസ് ചെയ്യാൻ 400 രൂപയാണ് കൊക്കക്കോളയിൽ നിന്നും ഈ കോൺട്രാക്റ്റുകാരൻ വാങ്ങിച്ചത്. ഈ കോൺട്രാക്റ്റുകാരൻ അതേ 400 രൂപയ്ക്ക് ഒരു ലോഡ് വളമാണെന്ന് പറഞ്ഞ് കർഷകർക്ക് വിൽക്കുകയും ചെയ്തു. അപ്പോൾ കമ്പനിയിൽ നിന്ന് 400 രൂപ കിട്ടി, നാട്ടുകാരിൽ നിന്ന് 400 രൂപ കിട്ടി. ഇതങ്ങനെ നാട്ടുകാർ തെങ്ങിൻ തടത്തിലും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളിലും ഒക്കെ തൊണ്ട് മഞ്ഞ നിറമുണ്ട്, ഏകദേശം ഒരു ഐവറി കളറുള്ള ഒരു സ്ലഡ്ജാണിത്. കാണുന്ന സമയത്ത് നമ്മളൊരു മഞ്ഞ നിറം, അപ്പോൾ അത് വളമാണെന്നാണ് കർഷകരെന്ന് പറഞ്ഞത്. ഇന്ന് ഈ പരിശോധനാ റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വിഷ്വൽ എടുക്കാനും ഫോട്ടോ എടുക്കാനും
ആ കർഷകരെയൊക്കെ നേരിട്ട് കാണാനും ഒക്കെ ഞങ്ങൾ പോയിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതൊക്കെ പോകുന്ന സമയത്ത് കർഷകർ പറഞ്ഞത് 400 രൂപയുള്ള ഒരു ലോഡ് വളം കിട്ടും, ഈ തെങ്ങിനും നെല്ലിനും കവുങ്ങിനും വാഴയ്ക്കും ഒക്കെ നല്ലതാണത് എന്ന് അവർ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഇവർ കൊണ്ട് കൂട്ടിയിരിക്കുന്നത് നെൽപ്പാടത്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കവുങ്ങും തോട്ടത്തിലാണ്, അല്ലെങ്കിൽ വാഴത്തോട്ടത്തിലാണ്. അപ്പോൾ ഈ കൂട്ടിയിട്ട സാധനം മഴവെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ ഈ പാടത്ത് വെള്ളം ഉണ്ടാവുമല്ലോ, അതിനോട് അലിഞ്ഞ് തൊട്ടടുത്ത കിണറുകളിൽ ഇത് അരിച്ചിറങ്ങുകയാണ്. അങ്ങനെ കിണറുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഭീകരമായിട്ടുള്ള ഇത്തരം ഘനലോഹങ്ങൾ മാത്രമല്ല കേട്ടോ, രാസകീടനാശിനികളും ഇതിലുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. കീടനാശിനി എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ കീടനാശിനി എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ വെള്ളം RO വാട്ടർ എടുത്ത് വെച്ചു, വെള്ളം തട്ടിയ വെയിൽ തട്ടിയാൽ വെളിച്ചം തട്ടിയാൽ അത് കേട് വരാതിരിക്കണം. എന്ത് ചെയ്യണം? അതിൽ ബാക്ടീരിയകളോ ഫംഗസോ വൈറസോ ഒന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ ഒരു ചെറിയ ശതമാനം കീടനാശിനി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളിലെല്ലാം, കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രത്യേകിച്ചും ഉള്ള സോഫ്റ്റ് ഡ്രിങ്കുകളിലെല്ലാം ഇത്തരം കീടനാശിനികൾ ചേർക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്ത്യയിലെ ഒരേ ഒരു നാട്ടുരാജ്യമാണ് പെരുമാട്ടി. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ആ സ്ഥലത്തുണ്ട്. ഇപ്പോഴും ഒരു നാട്ടുരാജ്യം പോലെ തന്നെയാണ് പെരുമാട്ടി പ്രവർത്തിക്കുന്നത്. അവിടെ ഈ പറയുന്ന സ്വതന്ത്രമായിട്ട് ഒരാൾക്കൊരു അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അവിടെ വലിയൊരു രാഷ്ട്രീയവൽക്കരണമുണ്ട് അവിടെ പെരുമാട്ടിയിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ സംഘവും പ്രവർത്തിക്കുന്ന ഈ പെരുമാട്ടിയിലാണ്. അപ്പോൾ നമ്മളൊരു മോശം കാര്യം പരാമർശിക്കുമ്പോൾ നല്ല കാര്യവും നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. രണ്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ജീവിക്കണം, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം, എന്തെങ്കിലും ഒരു വായ്പ വേണം എന്ന് പറഞ്ഞ് ഈ ബാങ്കിനെ സമീപിച്ചാൽ പിറ്റേ ദിവസം കാലത്ത് തന്നെ അതിൻ്റെ ഭാരവാഹികൾ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, മെമ്പർമാർ, എല്ലാവരും സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ഈ സമീപിച്ച ആളുകൾ വീട്ടിലെത്തും. കാലത്ത് 6 മണിക്ക് എത്തിയിരിക്കും. അതെന്താ ആവശ്യങ്ങൾ, അവർക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അവർക്ക് ലോൺ കൊടുത്ത് ലോണുള്ള ആപ്ലിക്കേഷനൊക്കെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് അത് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ അവർ ചെയ്യും. അങ്ങനെ ചെയ്ത് സേവനം കൊടുക്കുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല സർവീസ് സഹകരണ ബാങ്കുകളിൽ ഒന്നായിട്ട് പെരുമാട്ടി സർവീസ് സഹകരണ ബാങ്കിനെ കണക്കാക്കുന്നത്. അതോടൊപ്പം അവിടെ വലിയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി, ഈ ജനതാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെ ചിന്തിക്കുകയോ സംസാരിക്കുകയോ അഭിപ്രായം പറയുകയോ ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകില്ല. അപ്പോൾ അടി, തല്ല്, കുത്ത്, വെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുക. അങ്ങനെ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് നമ്മൾ ഈ പ്ലാച്ചിമട കൊക്കോള കമ്പനിക്കെതിരായിട്ടുള്ള ഒരു സമരം തുടങ്ങുന്നതെന്ന് ആലോചിക്കണം. അവിടുത്തെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമരം അവിടെ തുടങ്ങണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ശിവരാമഭാരതി അവിടുത്തെ MLA ആയിരുന്നു, സോഷ്യലിസ്റ്റാണ്. ജനതാദൾ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണല്ലോ. അപ്പോൾ ശിവരാമഭാരതി എന്ന് പറയുന്നത് വളരെ ജനകീയനായിരുന്നു, സാധാരണക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ആണ് ഈ പറയുന്ന പെരുമാട്ടി ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖല എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ജനതാദൾ അവിടെ അവർക്ക് ഇത്രയധികം സ്വാധീനം.